ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, അതുപോലെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടോ, പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ്. അപ്പം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ കൂടെ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു മീൻ PSC. സോ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. കാരണം അഡ്വാൻറ്റേജ് ഒരുപാടുണ്ട് അതിന്, അതായത് നല്ല സാലറി കാര്യങ്ങളും ഒക്കെ. പക്ഷേ എക്സാം പാറ്റേണിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നല്ല തരത്തിലുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പം നമുക്ക് ഇപ്പം 2024 വന്ന ഒരു എക്സാമിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആയിരുന്നില്ല അതിന് മുമ്പ് വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെന്താണോ ആ സിലബസ് തരുന്നത് അത് വളരെ നല്ല രീതിയിൽ ഡീപ്പായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒബ്ജക്റ്റീവ് മാത്രമല്ല, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. പിന്നെ നമ്മുടെ മിൻറ്റ് PSCയും അതിൻ്റെ കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളുടെ പ്രത്യേകത, നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും പ്ലസ് ലൈവ് പറ്റാത്തവർക്കായിട്ടുള്ള റെക്കോർഡഡ് മെൻ്റൽ സപ്പോർട്ട് സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ അവൈലബിൾ ആണ്. ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിലുമാണ് നമ്മുടെ കോഴ്സ്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഒരുപാട് നിങ്ങൾക്ക് തരുന്ന, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ PSCയിലൊക്കെ എന്ത് ഇൻഫർമേഷൻ ഉണ്ടായാലും അതൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കുന്നത് നമ്മുടെ ചാനൽ ശ്രമിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ വന്നത് 2024 മാർച്ചിലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കുട്ടികൾ ഇപ്പോൾ ചോദിക്കുന്നത് ഈ മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന്. അപ്പം മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ വന്നു, മെയ് ആയി. മക്കളെ, മാർച്ചും മെയ്യിലും ഒന്നും തന്നെ നോട്ടിഫിക്കേഷൻ വരില്ല. നോട്ടിഫിക്കേഷൻ ഡിസംബറിനുള്ളിൽ വരാൻ സാധ്യതയുണ്ട്. അതായത് സെപ്റ്റംബർ, ഒക്ടോബർ ആ ഒരു ടൈമിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലാതെ ഇന്നോ നാളെയോ നോട്ടിഫിക്കേഷൻ വരില്ല. അങ്ങനെ ഒരു തിങ്കിങ് പല ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. പിന്നെ ഇതിൻ്റെ സാലറി അറിയാമല്ലോ, 39,300 മുതൽ 83,000 രൂപ വരെ സാലറിയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതായത് നല്ല സാലറി ഉണ്ട്, പക്ഷെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, 50% കമ്പ്യൂട്ടർ നോളജും പിന്നെ ലോയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട്, ലോ ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊരു റൂള് വന്നിട്ടുണ്ടോ? ശരിക്കും അങ്ങനെയൊരു റൂളോ ഒഫീഷ്യലി വന്നിട്ടില്ല, അതിനെപ്പറ്റി വലിയ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. സോ ഡിഗ്രി വിത്ത് 50% അലോങ് വിത്ത് കമ്പ്യൂട്ടർ നോളജ്, പിന്നെ ലോ കാര്യം, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ലോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ വരുന്നത് എക്സാമിൽ. അപ്പം അങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഏജ് ലിമിറ്റ് പല ഉദ്യോഗാർത്ഥികൾക്കും ഡൗട്ടുണ്ട്. അതായത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1990 നും 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. അതായത് 1/1/1990 പറ്റില്ല, 2/1/1990, അതായത് ജനുവരി മാസം 2-ാം തീയതി മുതൽ 1990 ജനിച്ചവർക്ക്. അത് ജനറൽ. ഇനിയും നമ്മൾ OBCയിലേക്ക് പോവുകയാണെങ്കിൽ 2/1/1987 അതിനുശേഷമോ ജനിച്ചവർ. ഇനിയും SC/ST ആണെങ്കിൽ 2/1/1985 അതിനുശേഷമോ. ഇനി 1/1/1985 പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല, 2/1/1985 അതാണ് ഏജ് ലിമിറ്റ് വരുന്നത് നിങ്ങൾക്ക്. പിന്നെ ഈ ഒരു എക്സാം മോഡ് എന്ന് പറയുന്നത് 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും. ഇതിൽ 50 മാർക്ക് ജനറൽ ഇംഗ്ലീഷ്, 10 മാർക്ക് ജനറൽ നോളജ്, 40 മാർക്ക് ജനറൽ നോളജ്, 10 മാർക്ക് മാത്സ്. അങ്ങനെയാണ്. അതായത് ഇംഗ്ലീഷിന് അതിപ്രാധാന്യമുള്ള ഒരു പരീക്ഷ തന്നെയാണിത്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് വരുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് 60 മാർക്കും ദെൻ 10 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ. സോ ടോട്ടൽ 170 അതിൽ നമ്മൾ ചിലപ്പോൾ ഒബ്ജക്റ്റീവിൽ ചില ഉദ്യോഗാർത്ഥികൾ മാർക്ക് കുറയുന്നവർ ഡിസ്ക്രിപ്റ്റീവ് സ്കോർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഡിസ്ക്രിപ്റ്റീവിൽ ചിലവർ കുറയുകയാണെങ്കിൽ നമ്മൾ അതുപോലെ ഒബ്ജക്റ്റീവ് ഇൻ്റർവ്യൂവും പെർഫോം ചെയ്യാൻ പറ്റണം. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ നേരത്തെ തന്നെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ 2024 അതിന് മുമ്പ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ട് ആ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കുക. അപ്പോഴേ നമുക്കറിയുള്ളൂ ഇന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഇതുപോലെ ക്വാളിഫിക്കേഷൻ മാറ്റമുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളത് പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. ഡിഗ്രി തന്നെയാണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്കത് പിന്നീട് നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ അത് വലിയ ലോസ് ആവും. പിന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ട്
എക്സാം പഠിക്കാം എന്ന് വിചാരിക്കരുത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എക്സാം പെട്ടെന്ന് കഴിയും. ഒരു പ്രാവശ്യം കൊറോണ ആയതുകൊണ്ടാണ് കുറച്ച് ലാഗ് വന്നത്. പിന്നുള്ള എക്സാംസൊക്കെ അത്യാവശ്യം സ്പീഡിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇതിനായിട്ടുള്ള കോഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ മിൻറ്റ് PSC ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്